വീട്ടിലേക്ക് കയറ്റേണ്ടതുണ്ട്, ബന്ധുക്കളെ കാണിക്കേണ്ടതുണ്ട്. ബന്ധുക്കൾ കഴിഞ്ഞ 75 ദിവസമായി കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് അർജുനെ കാണുക എന്നുള്ളത്. എന്തായാലും വീടിന് അകത്തേക്ക് അല്പസമയത്തിനകം മൃതദേഹം കൊണ്ടുപോകും. ആര്യ, സാഹചര്യത്തെ നമ്മളും ബഹുമാനിക്കേണ്ടതുണ്ട്. ജോഷ്ല, നോക്കൂ, കണ്ണാടിക്കൽ ഗ്രാമം അക്ഷരാർത്ഥത്തിൽ കണ്ണീർ പുഴയാകുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു നമ്മളും കണ്ടത്. നാടിന്റെ നാനാതുറയിൽ നിന്നുള്ള നിരവധി ആളുകളാണ് അർജുനെ ഒരു നോക്ക് കാണാനായി എത്തിയത്. അർജുനെ നേരിട്ട് പരിചയമില്ല. എന്നിരുന്നാൽ കൂടി ഈ ഒരു കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ അർജുൻ ആരൊക്കെയോ ആയി മാറിയിരുന്നു. എല്ലാ മലയാളികൾക്കും തന്നെ ആരൊക്കെയോ ആയി മാറിയിരുന്നു. ഓരോ ദിവസത്തെയും ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ അത്രയേറെ ഇടം പിടിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു, അത്രയേറെ പ്രിയപ്പെട്ടവൻ. നേരത്തെ നമ്മൾ ജനപ്രതിനിധികളുടെ അടക്കം വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു, നാടിനും വീടിനും അത്രയേറെ പ്രിയപ്പെട്ടവൻ, ഏതാവശ്യത്തിനും എന്തിനും ഓടിയെത്തുന്ന ഒരു നല്ല സുഹൃത്തായും നല്ല നാട്ടുകാരനായിരുന്നു അർജുൻ ആ നാടുകൾക്കിടയിൽ. അത് ആ ജനങ്ങളുടെ തിരക്കിൽ നിന്ന് മനസ്സിലാക്കാം. നിരവധി സ്ഥലങ്ങളിൽ നിന്നാണ് ഇത്രയേറെ ആളുകൾ ആ ഒരു വീട്ടിലേക്ക് എത്തുന്നത്. തീർച്ചയായും ആര്യ പറഞ്ഞതുപോലെ തന്നെ നാട്ടിൻ്റെയും വീടിൻ്റെയും ആകെ പ്രതീക്ഷയായിരുന്നു അർജുൻ. അതുകൊണ്ട് തന്നെ ആവാം ഇത്രയേറെ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. മാത്രമല്ല, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ തന്നെ കേരളം മുഴുവൻ ചർച്ചാ വിഷയമായിരുന്നു അർജുൻ പോയത് പോലും. ജൂലൈ 8-നാണ് ഇവിടെ നിന്നും യാത്ര തിരിച്ചത്. കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിച്ചതിന് ശേഷം, കൃത്യമായി എല്ലാ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയ ശേഷം ഇനി വരാൻ പോകുന്ന നാളുകളിൽ എന്തൊക്കെ ചെയ്യണം എന്ന് അച്ഛനോടടക്കം സംസാരിച്ച ശേഷം ഇവിടെ നിന്നും ഇറങ്ങിപ്പോയ മകനാണ്. അർജുൻ്റെ മിസ്സിംഗ് എന്ന് പറയുന്നത് ഏകദേശം ജൂലൈ 16-നാണ് അർജുൻ മിസ്സായി എന്നുള്ള ഒരു തോന്നൽ വീട്ടുകാർക്കുണ്ടായത്. അതുവരെ ഒരു തരത്തിലും വീട്ടിൽ നിന്നും പോയാൽ എങ്ങനെയായാലും വീടുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്ന ആളായിരുന്നു അർജുൻ. അതുകൊണ്ടാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അർജുൻ്റെ ഒരു കോൾ പോലും ലഭിക്കാതിരുന്നപ്പോഴാണ് ഇത്തരത്തിൽ ഒരു സംശയം വീട്ടുകാർക്കുണ്ടായത്. പിന്നീട് മാധ്യമങ്ങളിലൂടെ വിവരം പുറത്തു വരികയായിരുന്നു. മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ അർജുനെ കാണാനില്ല എന്നുള്ള വിവരം അറിഞ്ഞതോടുകൂടി, മാധ്യമ വാർത്തയായതോടുകൂടി ആണ് ഇത്തരത്തിൽ ഒരു സംശയം. ഷിരൂരിൽ അർജുൻ എത്തിപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം അർജുൻ്റെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ നോക്കി മനസ്സിലാക്കിയത്. പിന്നെ ഷിരൂരിൽ അർജുൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും ആ സമയത്താണ് 16-ാം തീയതി ഇത്തരത്തിലൊരു മണ്ണിടിച്ചിലുണ്ടായതായും ഗംഗാവലി പുഴയിലേക്ക് നിരവധി വാഹനങ്ങളും മനുഷ്യരും ഒഴുകിപ്പോയതായുമുള്ള കണ്ടെത്തലുണ്ടായത്. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ ഒരു ഇൻഫർമേഷൻ മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥർക്കും അടക്കം ഇത്തരത്തിൽ ഒരു ഇൻഫർമേഷൻ അർജുൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നത്. പിന്നീട് അർജുന് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു. ആദ്യ ഘട്ടങ്ങളിൽ കർണാടക സർക്കാർ അത് ഒരു നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിലും പിന്നീട് സംസ്ഥാന സർക്കാരിൻ്റെ അടക്കം ഇടപെടൽ, അതുപോലെ തന്നെ കേന്ദ്രസേനയുടെ വരവ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം വലിയ ഈ ഒരു ഒഴുക്ക്, ഗംഗാവലി പുഴയുടെ ഒഴുക്കിനെ ഭേദിച്ചുകൊണ്ട് ഇത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയേറെ ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നത്. ഇത് അർജുൻ്റെ മൃതദേഹം വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്, വീട്ടിനുള്ളിലേക്ക് കയറ്റുകയാണ്. ഏറ്റവും വികാര നിർഭരമായ നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വീട്ടിനുള്ളിലേക്ക് അർജുൻ്റെ മൃതദേഹം എത്തുകയാണ്. 75 ദിവസങ്ങൾക്ക് ശേഷം ആ ഒരു വികാര നിർഭരമായ നിമിഷങ്ങളാണ്. വീട്ടിൽ തിരിച്ചെത്തി പല കർത്തവ്യങ്ങളും ചെയ്യാനുണ്ടെന്ന് അച്ഛനോട് പറയുകയും ഏൽപ്പിക്കുകയും ഇറങ്ങിപ്പോയ ജൂലൈ 8-ന് ഇറങ്ങിപ്പോയ മകൻ ഇന്ന് തിരിച്ചെത്തുകയാണ്. 75 ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചെത്തുകയാണ്. ആ കുടുംബം ഇതെങ്ങനെ താങ്ങും എന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ പോലും ഇതുവരെ പക്വതയോടെ എല്ലാറ്റിനെയും അഭിമുഖീകരിച്ച കുടുംബം യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടിട്ടുണ്ടാവണം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അവർക്ക് ഒരു നേരിയ ആശ്വാസമെങ്കിലും മകൻ്റെ മൃതദേഹം ഒരു നോക്ക് കാണാൻ സാധിക്കുന്നു. അവസാനമായി എന്തെങ്കിലും ഒരു തെളിവ് മകൻ ഈ ഗംഗാവലി പുഴയിൽ നഷ്ടപ്പെട്ട മകൻ്റെ ജീവൻ്റെ എന്തെങ്കിലും ഒരു ഭാഗം ഇവിടേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് മാത്രമാണ് അവർക്കൊരു നേരിയ ആശ്വാസമായിട്ടുള്ളത്. ആ നേരിയ ആശ്വാസത്തിന് മാത്രമാണ് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ കുടുംബം നിന്നത് എന്നുള്ളതാണ്. എന്തായാലും മൃതദേഹം അകത്തേക്ക് കയറ്റിയിരിക്കുകയാണ്. മറ്റാർക്കും തന്നെ അകത്തേക്ക് വീടിനുള്ളിലേക്ക് പ്രവേശനമില്ല. അവരുടെ സ്വകാര്യതയാണ്. അവരുടെ സ്വകാര്യതയെ നമ്മൾ മാനിക്കേണ്ടതുണ്ട്. ഇത്രയേറെ ദിവസം കാത്തുനിന്ന കുടുംബത്തിന് അവസാനമായി 75 ദിവസങ്ങൾക്ക് ശേഷം ആ ഒരു മകനെ കാണാൻ ഉള്ള ഒരു അവസരമാണ്. നമുക്കറിയാം, നിലവിളികൾ ഉയരുന്നുണ്ട്. പക്ഷേ
അത്തരത്തിലൊരു സ്വകാര്യതയിലേക്ക് നമുക്ക് കടക്കേണ്ടതില്ല. ആ കുടുംബം ഇത് എങ്ങനെ താങ്ങുമെന്നറിയില്ല. 75 ദിവസത്തിന് മനസ്സിൽ സൂക്ഷിച്ച അല്ലെങ്കിൽ മനസ്സിൽ അടക്കി വെച്ച ദുഃഖം അത് പുറത്തേക്ക് ഒഴുകുന്ന നിമിഷങ്ങളാണ്. ഒരു തരത്തിലും ഒരു മനുഷ്യനും താങ്ങാനാവാത്ത വിധത്തിലുള്ള വികാരനിർഭരമായ നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 75 ദിവസം അവർക്ക് ഒരു നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും കുടുംബത്തിലേക്ക് മകൻ തിരിച്ചു വരും, എവിടെയെങ്കിലും ഉണ്ടാകും എന്നുള്ള ഒരു നേരിയ പ്രതീക്ഷ. അത് കഴിഞ്ഞ ദിവസം പൊലിഞ്ഞിരിക്കുന്നു. ഇനി മകൻ്റെ എന്തെങ്കിലും ഒരു ഭാഗം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് മകൻ ഗംഗാവലിപ്പുഴയിൽ പോയി എന്നുള്ളതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവെങ്കിലും വേണം എന്നുള്ളതായിരുന്നു അവസാനമായി കുടുംബം ആഗ്രഹിച്ചിരുന്നത്. ആ തെളിവുമായി അവസാനം അധികൃതർ എത്തിയിരിക്കുന്നു. വളരെ വികാരനിർഭരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അവർക്ക് എങ്ങനെയാണ് ഇത് താങ്ങാൻ സാധിക്കുക എന്നറിയില്ല. കഴിഞ്ഞ 75 ദിവസമായി മനസ്സിനുള്ളിൽ കെട്ടിനിന്ന ദുഃഖം മുഴുവൻ അത് അണപൊട്ടി ഒഴുകുന്ന രംഗങ്ങളാണ്. ഒരു തരത്തിലും ആ ഒരു കുടുംബത്തിൻ്റെ സ്വകാര്യതയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്, വാക്കുകൾക്ക് അതീതമാണ് ഈ ഒരു രംഗം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു കുടുംബം മാത്രമല്ല കേരളം മുഴുവൻ ആഗ്രഹിച്ചിരുന്നതാണ് അർജുൻ തിരിച്ചു വരണം എന്നുള്ളത്. പ്രാർത്ഥനയോടെ കാത്തു നിന്നതാണ് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ അർജുൻ തിരിച്ചു വരും എന്നുള്ളത്. എന്നാൽ അർജുൻ്റെ ചേതനയേറ്റ ശരീരമാണ് അവസാനം തിരിച്ചു വന്നിരിക്കുന്നത്. അതും 75 ദിവസങ്ങൾക്ക് ഉള്ളിൽ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു മകൻ, സഹോദരിയുടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്താനായി പോയ മകനാണ് ഈ ഒരു രീതിയിൽ തിരിച്ചു വന്നിരിക്കുന്നത്. ഒട്ടേറെ പ്രയത്നങ്ങളുടെ ഭാഗമായാണ്, ഒരുപാട് ആളുകളുടെ പ്രയത്നത്തിൻ്റെ ഭാഗമായാണ് അവസാനമായി അർജുൻ്റെ മൃതദേഹമെങ്കിലും തിരിച്ചു കിട്ടിയിരിക്കുന്നത്. ആ മൃതദേഹം ഒരു നോക്ക് കാണാനായി അർജുൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം തന്നെ, അതുപോലെ തന്നെ നാടൊന്നാകെ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് പുറത്ത് കാത്തു നിൽക്കുന്നത്. മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണണം, അർജുൻ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളത്. അത് ഒരു ചേതനയേറ്റ ശരീരമാണെങ്കിൽ പോലും അർജുനോടുള്ള ഒരു ആദരം അല്ലെങ്കിൽ ബഹുമാനം, ഇതുവരെ അവൻ നാടിന് നൽകിയ സ്നേഹം അത് മുഴുവൻ തിരിച്ചു നൽകാനുള്ള ഒരു അവസാനത്തെ ഒരു നിമിഷം എന്ന് വേണം പറയാൻ. അത് തിരിച്ചു നൽകാൻ തന്നെ ആയിരിക്കണം ഇത്രയേറെ ആളുകൾ, അമ്മമാരും പെങ്ങന്മാരും ഒക്കെ തന്നെ അത്രയേറെ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഇവിടെ ജനബാഹുല്യമായിരുന്നു. ജനങ്ങൾ അത്രയേറെ അതിരാവിലെ മുതൽ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി അർജുൻ്റെ മൃതശരീരം കിട്ടി എന്നറിഞ്ഞത് മുതൽ 3 ദിവസങ്ങളിലായി ഈ കുടുംബത്തിലേക്ക് വന്ന് ആശ്വസിപ്പിച്ചവർ ഏറെയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഒരു സമയത്തെല്ലാം തന്നെ ഇവിടേക്ക് ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഏറെ ശ്രദ്ധിച്ചു, ബന്ധുക്കളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഏറെ ശ്രദ്ധിച്ചു. അത്രയേറെ കരുതലോടുകൂടിയാണ് ഈ നാട് അർജുൻ്റെ കുടുംബത്തെ കണ്ടത്. ഇനി അർജുൻ്റെ കുടുംബത്തെ നെഞ്ചേറ്റുക എന്നുള്ളത് മാത്രം ആളുകളുടെ മുന്നിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അത്രയേറെ പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ. ഈ വീടിൻ്റെ അത്താണിയായിരുന്നു, വെളിച്ചമായിരുന്നു എന്ന് വേണം പറയാൻ. സഹോദരിയുടെ കല്യാണം നടത്തേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാൻ വന്നാൽ പെയിൻ്റ് അടിച്ചാൽ മതി എന്ന് പറഞ്ഞ് പോയ മകനാണ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. ആ മകൻ ചേതനയേറ്റ ഒരു മൃതശരീരമായി തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ആ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കുടുംബവും നാട്ടുകാരും എല്ലാം കടന്നു പോകുന്നത്. വീട്ടിനുള്ളിൽ അർജുൻ്റെ കുടുംബം മൃതശരീരം കാണാനായി വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അന്നു മുതൽ കഴിഞ്ഞ 3 ദിവസങ്ങളായി കിടപ്പിലായിരുന്നു. അവിടെ നിന്നും എഴുന്നേറ്റ് വന്ന് അർജുനെ അവസാനമായി ഒരു നോക്ക് കാണുകയാണ്. പുറത്ത് വൻ ജനാവലി തടിച്ചുകൂടിയിരിക്കുകയാണ്. വൻ ജനാവലി അർജുൻ്റെ മൃതദേഹം പുറത്തേക്കെടുത്താൽ കാണാൻ വേണ്ടി അത് പൊതുദർശനത്തിന് വെക്കും. ഏകദേശം 1 മണിക്കൂർ മാത്രമേ പൊതുദർശനത്തിന് വെക്കുകയുള്ളൂ. 1 മണിക്കൂർ പൊതുദർശനത്തിന് വെച്ച ശേഷം അർജുൻ്റെ മൃതദേഹം സംസ്കരിക്കണം എന്നുള്ളത് തന്നെയാണ് അധികൃതരുടെ തീരുമാനം. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ കുടുംബവുമായി സംസാരിച്ചതാണ്, കുടുംബം അത് സമ്മതിച്ചതാണ്. കാരണം ഇത്രയും ദിവസങ്ങളായി ഉള്ള കാത്തിരിപ്പാണ്. അതിനുശേഷം 75 ദിവസങ്ങൾക്ക് ശേഷമാണ് മൃതശരീരം ഇവിടേക്ക് എത്തിച്ചേരുന്നത്. അത് ഇനിയും നീട്ടിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മൃതശരീരം സംസ്കരിക്കണം എന്നുള്ളത് തന്നെയാണ് അധികൃതരുടെ തീരുമാനം. ആ ഒരു തീരുമാനം കർശനമായി നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. കാരണം ഇത്രയേറെ സമയം നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. എന്നാൽ ഇത് അറിഞ്ഞിട്ടായിരിക്കാം അത്രയേറെ ആളുകൾ ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആര്യ, തീർച്ചയായും അർജുൻ എവിടെ എന്നുള്ള മലയാളികളുടെ ചോദ്യത്തിന് കൂടിയാണ് കഴിഞ്ഞ ദിവസം ഉത്തരമായി ലഭിച്ചിരിക്കുന്നത്. 72 ദിവസത്തെ
കാത്തിരിപ്പിനൊടുവിൽ അർജുൻ്റെ ലോറി കണ്ടെത്തുന്നു. ക്യാബിനുള്ളിൽ നിന്ന് അർജുൻ്റെ മൃതദേഹം കണ്ടെത്തുന്നു. പിന്നീട് DNA പരിശോധനയിലൂടെ മൃതദേഹം അർജുൻ്റേത് തന്നെയെന്ന് സ്ഥിരീകരിക്കുന്നു. ഇന്നലെ വൈകുന്നേരം 6:30 കർണാടകയിൽ നിന്ന് അർജുൻ്റെ മൃതദേഹവുമായി പുറപ്പെട്ട ആംബുലൻസ് ഇന്ന് രാവിലെ കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ചു. ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ മന്ത്രി AK ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങി. അങ്ങനെ ജന്മനാടായ കണ്ണാടിക്കലിലേക്ക് എത്തിയിരിക്കുന്നു. കുറച്ച് ദിവസം കൊണ്ട് തന്നെ കേരളത്തിൻ്റെ മകനായി മാറിക്കഴിഞ്ഞിരുന്നു അർജുൻ. ഓരോ ദിവസവും എന്തെങ്കിലും വിവരം അർജുനെക്കുറിച്ച് ലഭിക്കുമോ എന്നുള്ള കാത്തിരിപ്പിൽ തന്നെയായിരുന്നു എല്ലാ മലയാളികളും ഉള്ളത്. എല്ലാ പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അർജുൻ്റെ ലോറിയും മൃതദേഹവും കണ്ടെത്തിയത്. അർജുൻ്റെ കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കാൻ കഴിയുമെന്ന ആശങ്കയിലായിരുന്നു ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും. ഈയൊരു നിമിഷത്തെ അത്രയേറെ വൈകാരികമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ആ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അത്രയേറെ പ്രിയപ്പെട്ടവൻ, വീടിനും നാടിനും അത്രയേറെ പ്രിയപ്പെട്ടവൻ, ആ വീടിൻ്റെ നാഥനായി മാറിയ അർജുൻ ചേതനയേറ്റ ശരീരവുമായി ആ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു.